വെൽക്കം ടു CML ആൻഡ് സ്റ്റഫ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ലിറ്ററേച്ചർ ഫ്രം 1900 ടു 1945 ബ്ലോക്ക് 1 2 യൂണിറ്റുകൾ നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ യൂണിറ്റ് 2 നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല. മാത്രമല്ല അതിനകത്ത് ചില ഗ്രൂപ്പ് ഓഫ് പോയിൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ ജോർജിയൻസ്, അതുപോലെ വേൾഡ് വാർ പോയിൻറ്റ്സ്, അതുപോലെ തന്നെ ഐറിഷ് ലിറ്റററി റിവൈവൽ, ഇത്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യം പറയുന്നത് ദ ജോർജിയൻസ് ആണ്. സോ ദ ജോർജിയൻ പോയറ്റ്സ് were a group of British writers active during the reign of King George V. ജോർജ് അഞ്ചാമൻ രാജാവിൻ്റെ ഭരണകാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ബ്രിട്ടീഷ് കവികളുടെ ഒരു കൂട്ടായ്മയാണ് ജോർജിയൻ കവികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇവരുടെ മെയിൻ പേർപ്പസ്, എന്താണ്, എയിം എന്താണ്? They reacted against the complexity of modernism and chose to revive traditional accessible poetry. അതായത് നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയത് ആദ്യത്തെ കുറച്ച് കാലം ഈ ക്ലാസിക്കൽ ഫോം എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു, അല്ലേ? അപ്പോൾ ആ സമയത്ത് കൂടുതലായിട്ടും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് തീമുകളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടിയും വേറൊരു രീതിയിലേക്ക് കവികളെ മാറ്റണം, അല്ലെങ്കിൽ കവിതകളെ മാറ്റണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഓർഡിനറി പീപ്പിളിന് മനസ്സിലാവുന്ന പോലെ ആവണം എന്നൊക്കെ പറഞ്ഞ് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ കവിതയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പിന്നീട് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല ആശയങ്ങളിലൂടെയൊക്കെ കവിത പോയിട്ട് പിന്നെ വീണ്ടും ഈ മോഡേൺ ഏജിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് സംഘർഷഭരിതമായ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ചില കവികൾ പറയുകയും അവർ വീണ്ടും ട്രഡീഷണൽ ഫോമിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു വ്യഗ്രത കാണിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെയാണ് നമ്മളിവിടെ ഈ ജോർജിയൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ജോർജിയൻസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷ് കവികളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ദ റിയാക്റ്റഡ് അഗെയിൻസ്റ്റ് ദ കോംപ്ലക്സിറ്റി ഓഫ് മോഡേണിസം. അതായത് ആധുനികതയുടെ സങ്കീർണതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ പരമ്പരാഗതമായ അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്നതുമായിട്ടുള്ള കവിതയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതാണ് ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജോർജിയൻ പോയറ്റ്സ് ഓർ പോയട്രി. ഇപ്പോൾ എന്തെല്ലാമാണ് ഇവരുടെ കവിതകളുടെ അല്ലെങ്കിൽ ഇവരുടെ ആശയങ്ങളുടെ പ്രത്യേകതകൾ? ആദ്യം പറയുന്നുണ്ട് റിട്ടേൺ ടു ട്രഡീഷണൽ ഫോംസ്, അതായത് പരമ്പരാഗത രൂപങ്ങളിലേക്കുള്ള ഒരു മടക്കം. അതായത് പണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് സോണറ്റുകൾ, ഓടുകൾ, ബാലൻസുകൾ, അതുപോലെ തന്നെ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് കാവ്യരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം തനതായിട്ടുള്ള ഒരു താളവും പ്രാസവും ഒക്കെയാണ് ഇവരുടെ കവിതകളിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് മോഡേൺ ഏജിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൂടെ പോവാതെ പഴയകാല സോണറ്റുകളും ഓടുകളും ബാലൻസുകളും ഒക്കെയുള്ള ട്രഡീഷണൽ ഫോംസ് ഉണ്ടല്ലോ കവിതകളുടെ, ആ ഒരു അതിൻ്റേതായിട്ടുള്ള റൈമും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള റിതം ഒക്കെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സെലിബ്രേഷൻ ഓഫ് നേച്ചർ. ഇതിൻ്റെ സബ്ജക്റ്റ് എന്താണ്? നമുക്കറിയാം മോഡേണിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, പിന്നെ ഈ നഗരങ്ങളിലെ ജീവിതം, അവരുടെ പ്രത്യേകതകളൊക്കെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ആദ്യം വരിക. സോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇവരുടെ കവിതകളിൽ ദേ ഫൗണ്ട് ഇൻസ്പിറേഷൻ ഇൻ ദ ഇംഗ്ലീഷ് കൺട്രീസ് സൈഡ്, റൂറൽ ലൈഫ് ആൻഡ് ദ ചേഞ്ചിങ് സീസൺസ്. അതായത് ഇംഗ്ലീഷ് ഗ്രാമപ്രദേശങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതി, ഋതുക്കളുടെ മാറ്റങ്ങൾ, ഓരോ സീസൺ മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രത്യേകതകൾ, അങ്ങനെ പ്രകൃതിയിലേക്ക് തന്നെയാണ് ഇവർ മടങ്ങുന്നത്. അപ്പോൾ മുഴുവനായിട്ടും ഇപ്പോൾ വ്യവസായവൽക്കരണം, അതുപോലെ നഗരജീവിതങ്ങൾ, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് അവർ ഗ്രാമീണ ജീവിതത്തിൻ്റെ ആ ഒരു ആദർശങ്ങളും അതിനെയൊക്കെയാണ് കൂടുതലായിട്ടും അവരുടെ കവിതകളിലൂടെയും അവരുടെ ആശയങ്ങളിലൂടെയും അവർ തുറന്നു കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പോയിൻ്റാണ് ലിറിക്കൽ ഇമോഷൻ ആൻഡ് സിംപ്ലിസിറ്റി. ദെയർ ഫോക്കസ് വാസ് ഓൺ ക്ലാരിറ്റി, ബ്യൂട്ടി ആൻഡ് എക്സ്പ്രസിങ് ഹാർട്ട് ഫെൽറ്റ് ഇമോഷൻസ്. അതായത് ഇവരുടെ കവിതകൾ കൂടുതലും ഗാനാത്മകമാണ്, വളരെ ലാളിത്യമാണ്. അതായത് വളരെ വ്യക്തമായും സൗന്ദര്യബോധത്തോടു കൂടിയും അത്രയും ഹൃദയത്തിൽ നിന്നും അത് വളരെ ഇമോഷണലി പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇവരുടെ കവിതകൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം വളരെ ലളിതമായ എന്നാൽ വളരെ ബ്യൂട്ടിഫുള്ളായ കവിതകളാണ് ഇവരുടെ കവിതകളിലൂടെ ഇവർ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ഒരു മോഡേൺ കോൺസെപ്റ്റിൽ നിന്ന് മാറി ഗ്രാമജീവിതങ്ങളും പ്രകൃതിയും മാറുന്ന സീസൺ, അതിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ, ഒരു മനുഷ്യൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലാൻ പാകത്തിന് അത്രയും മനോഹരമായ വരികളിലൂടെ ഇവരുടെ കവിതകളെ കൊണ്ടുവരാനാണ് ജോർജിയൻസ് ശ്രമിച്ചിട്ടുള്ളത്.
ഇനി ജോർജിയൻസ് ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സിൽ ഉൾപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ് റിപ്പർ ബ്രൂക്ക്, W.B. ഈറ്റ്സ്, റോബർട്ട് ബ്രിഡ്ജസ്, ജോൺ മെയ്സ് ഫീൽഡ്, വാൾട്ടർ ഡി ലാ മയർ. അതിൽ തന്നെ റിപ്പർ ബ്രൂക്കിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയാണ് 1914 ആൻഡ് അതർ പോയംസിൻ്റെ കളക്ഷനാണ് which captured the patriotic and romantic spirit before World War I, and his early death in the war made him an iconic figure. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് മുമ്പുള്ള ദേശീയതയും അതുപോലെ പ്രണയങ്ങളും വികാരവും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന റിപ്പർ ബ്രൂക്കിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു കളക്ഷനാണ് 1914 ആൻഡ് അതർ പോയംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ വേൾഡ് വാർ ഫസ്റ്റിൽ അദ്ദേഹം വളരെ നേരത്തെ തന്നെ മരണപ്പെട്ടു പോയി തന്നെ അദ്ദേഹം ഒരു പ്രതീകാത്മകമായിട്ട് മാറുകയും ചെയ്തു. ജോർജിയൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് കുറച്ചുകൂടി പോയിൻസുകൾ നമ്മൾ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്നത് ഇപ്പം നൊസ്റ്റാൾജിയ, അതുപോലെ തന്നെ പ്രകൃതിയോടുള്ള സ്നേഹം, ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ജോർജിയൻ പോയം എന്ന് പറയുന്നത് കൂടുതലായിട്ടും പ്രണയത്തെക്കുറിച്ചും പ്രണയ നഷ്ടങ്ങളെക്കുറിച്ചും അതുപോലെ 2 ലോക മഹായുദ്ധങ്ങളുടെ അതേൽപ്പിച്ച ആഘാതത്തെക്കുറിച്ചും ഒക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇവരുടെ കവിതകളിലൂടെ പിന്നീട് ഈ 20th സെഞ്ച്വറിയിലെ കവിതകൾക്ക് കൂടുതൽ ഒരു ഗാനാത്മകമായിട്ടുള്ള ഒരു പുതിയ പ്രാധാന്യം നൽകുകയും അങ്ങനെ ഈ ആധുനികതയുടെ പരീക്ഷണങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മോഡേൺ ഏജിലെ കവിതകൾക്കും എല്ലാ ലിറ്റററി വർക്കിനാണെങ്കിലും ഒരുപാട് മാറ്റങ്ങളുണ്ട് പഴയതിൽ നിന്ന് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊരു പരീക്ഷണമല്ല ഈ മോഡേണിസം എന്ന് പറയുന്നത്. ആ ഒരു പരീക്ഷണങ്ങളിൽ നിന്ന് ഒരു മറുപടി ആയിട്ടാണ്, അതായത് ചില കാര്യങ്ങൾ ഇന്നതുപോലെ ചെയ്യണം അപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും എന്ന രീതിയിൽ അവരുടെ ആശയങ്ങൾ അവർ കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് അത് നൽകുകയും ചെയ്തുകൊണ്ട് ജോർജിയൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് റോബർട്ട് ബ്രിഡ്ജസ് വാസ് എൻ ഇംഗ്ലീഷ് പോയറ്റ്, ഫിസിഷ്യൻ ആൻഡ് ലിറ്റററി സ്കോളർ. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് വിക്ടോറിയൻ ഏജിൻ്റെ ആ ഒരു കാലഘട്ടത്തിലും അതുപോലെ ഏർലി മോഡേണിസ്റ്റ് പീരീഡിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെയധികം വലുതായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്നത് വരെ UK പോയറ്റ് ലോറിയേറ്റ് ആയിട്ടാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ സ്പെഷ്യാലിറ്റി ഫീച്ചേഴ്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ആദ്യം പറയുന്നത് ക്രാഫ്റ്റ്മാൻഷിപ്പ് ആൻഡ് തീംസ്. അതായത് ഇദ്ദേഹത്തിൻ്റെ കവിതകൾ ബ്രിഡ്ജസ് വാസ് നോൺ ഫോർ ഹിസ് മെറ്റിക്കുലസ് ക്രാഫ്റ്റ്മാൻഷിപ്പ് ആൻഡ് മ്യൂസിക്കൽ ക്വാളിറ്റി ഓഫ് വേഴ്സ്. അതായത് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അത്രയും സൂക്ഷ്മമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളതും കൂടുതൽ സംഗീതാത്മകമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. He had a deep understanding of traditional poetic forms and was committed to preserving them even as modernism began. നമ്മൾ നേരത്തെ പറഞ്ഞ ജോർജിയൻസിന് കൂടുതൽ താല്പര്യം മോഡേൺ കോൺസെപ്റ്റിനേക്കാൾ കൂടുതൽ താല്പര്യം ട്രഡീഷണൽ ഫോംസിനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ട്രഡീഷണൽ കവിതകളുടെ എല്ലാ പ്രത്യേകതകളും അദ്ദേഹത്തിന് നല്ല ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. അപ്പോൾ ഒരു മോഡേൺ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, മോഡേണിസം ആധുനികത എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉയർന്നു വന്ന ആ സമയത്തും അദ്ദേഹം ട്രഡീഷണൽ ഫോംസിനോടുള്ള അതിൻ്റെ പ്രാധാന്യം അദ്ദേഹം കുറക്കാതെ അത് നല്ല രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഹിസ് പോയട്രി ഓഫൻ എക്സ്പോസ് തീംസ് ഓഫ് ലവ്, നേച്ചർ, സ്പിരിച്വാലിറ്റി ആൻഡ് ദ ഹ്യൂമൻ കണ്ടീഷൻ. നെക്സ്റ്റ് പറയുന്നത് ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഈസ് ദ ടെസ്റ്റമെൻറ്റ് ഓഫ് ബ്യൂട്ടി. ഈ ടെസ്റ്റമെൻറ്റ് ഓഫ് ബ്യൂട്ടി എന്ന് പറയുന്ന വർക്കിനകത്ത് അതൊരു ലോങ് ഫിലോസഫിക്കൽ പോയാണ് and introspective poem in which Bridges reflects on the nature of beauty and its role in human life. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ സ്വഭാവം അതുപോലെ മനുഷ്യ ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യം ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഫിലോസഫിക്കലായിട്ടുള്ളൊരു കവിതയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതിനകത്ത് പ്രണയത്തിനുണ്ട്, സൗന്ദര്യത്തിന്, അതിലെല്ലാം അധിഷ്ഠിതമായിട്ടുള്ള വളരെ സമാധാനപരമായിട്ടുള്ള ലോകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം വ്യക്തമായിട്ട് ഈ കവിതയിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹിസ് കോൺട്രിബ്യൂഷൻ ആസ് എൻ എഡിറ്റർ ആൻഡ് പ്രൊമോട്ടർ. അതായത് ബിയോണ്ട് ഹിസ് ഓൺ റൈറ്റിംഗ് ബ്രിഡ്ജസ് പ്ലേഡ് എ വൈറ്റൽ റോൾ ഇൻ പ്രിസർവിങ് ഇംഗ്ലീഷ് ലിറ്റററി ഹെറിറ്റേജ്. ഇദ്ദേഹം ഒരു റൈറ്ററാണ്. അത് കൂടാതെ തന്നെ ഇംഗ്ലീഷ് സാഹിത്യ പൈതൃകം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിഡ്ജസ് ഒരുപാട് നല്ല പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹി എഡിറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ദ വർക്ക്സ് ഓഫ് ഹിസ് ഫ്രണ്ട് ഹോപ്കിൻസ്, whose innovative and experimental poetry might otherwise have remained unknown. അതായത് ജെറാൾഡ് മാൻലെ ഹോപ്കിൻസിൻ്റെ കവിതകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോപ്കിൻസിൻ്റെ വളരെ പുതിയതും സ്വാധീനമുള്ളതുമായിട്ടുള്ള കവിതകൾ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ ബ്രിഡ്ജസിൻ്റെ പങ്ക് വളരെയധികം വലുതാണ്. Then he edited the Oxford Book of English Verse, one of the most famous poetry anthologies in English.
It covers English poetry from the medieval period to the early 20th century and is still widely used today. അതായത് ദ ഓക്സ്ഫോർഡ് ബുക്ക് ഓഫ് ഇംഗ്ലീഷ് വേഴ്സ് എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു പോയട്രി കളക്ഷൻ അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് മധ്യകാലഘട്ടം മുതൽ മിഡിൽ ഏജ് മുതൽ 20th സെഞ്ച്വറി വരെയുള്ള അതിൻ്റെ തുടക്കം വരെയുള്ള ഒരുപാട് ഇംഗ്ലീഷ് കവിതകൾ ഈ ഒരു കളക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും അതിനകത്തുള്ള പല പോയിംസും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നവയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സിംബോളിസ്റ്റ് മൂവ്മെൻറ്റ്. ഇറ്റ്സ് എ റിയാക്ഷൻ അഗെയിൻസ്റ്റ് റിയലിസം and the rational scientific thinking of the enlightenment instead of describing the world directly. അതായത് സിംബോളിസം എന്ന് പറയുന്നത് 19th സെഞ്ച്വറിയുടെ അവസാനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു സാഹിത്യകലാ പ്രസ്ഥാനമാണ് ഈ സിംബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതലായിട്ടും ആധിപത്യം സ്ഥാപിച്ചിരുന്നത് റിയലിസം, അതുപോലെ റാഷണൽ ഓർ സയൻറ്റിഫിക് തിങ്കിങ്, അങ്ങനെയൊക്കെ ഉള്ളൊരു മാറ്റം വന്ന സമയമായിരുന്നു അത്. അപ്പോൾ ഇതിനൊക്കെ എതിരെയായിട്ടുള്ള ഒരു പ്രതികരണമായിട്ടാണിത് രൂപപ്പെട്ടിട്ടുള്ളത്. സിംബോളിസ്റ്റ് റൈറ്റേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് ഫോക്കസ്ഡ് ഓൺ സിംബോളിസം, സബ്ജക്റ്റിവിറ്റി ആൻഡ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് കൂടുതലായിട്ടും ഒരു ഭൗതിക ലോകത്തിൽ നിന്ന്, ഭൗതിക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാറിയിട്ട് കൂടുതലും പ്രതീകാത്മകമായിട്ടുള്ളതും അതുപോലെ വളരെ വ്യക്തിനിഷ്ഠമായിട്ടുള്ളതും, അതായത് സിംബോളിസം, സബ്ജക്റ്റിവിറ്റി ആൻഡ് ദ സബ് കോൺഷ്യസ് മൈൻഡ്, അതുപോലെ അവബോധ മനസ്സ്, ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും സിംബോളിസ്റ്റുകൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സിംബോളിസ്റ്റ് റൈറ്റേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റ് ഫോക്കസ്ഡ് ഓൺ സിംബോളിസം, സബ്ജക്റ്റിവിറ്റി ആൻഡ് ദ സബ് കോൺഷ്യസ് മൈൻഡ്. ഇനി കോർ ഐഡിയാസ് ആൻഡ് സ്റ്റൈൽ. സിംബോളിസ്റ്റ് wanted to express ideas that could not be stated clearly. Emotions, dreams, spirituality and the mysteries of life and death. അതായത് ഈ ഒരു റൈറ്റേഴ്സ് കൂടുതലായിട്ടും നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ അവ്യക്തമായിട്ടുള്ള ആശയങ്ങൾ, അതുപോലെ ഇമോഷൻസ്, സ്വപ്നങ്ങൾ, ആത്മീയത, അതുപോലെ നമ്മളുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും രഹസ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരുടെ കവിതകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മിക്കപ്പോഴും അവരുടെ കവിതകളിൽ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നതിന് പകരമായിട്ട് വളരെ സമ്പന്നമായ രീതിയിൽ കവിതയിലുടനീളം നമ്മൾക്ക് ചില ഹിൻസുകൾ തരുന്നുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് ഡ്രീം ലൈക്ക് സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ സ്വപ്നതുല്യമായിട്ടുള്ള ചിത്രീകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ പറയുക. ഒരു കാര്യം അവരെന്ത് ചെയ്യില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് കവിതയിലൂടെ കിട്ടില്ല. വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ അത് നേരിട്ട് പറയുന്നതിന് പകരം ചിലപ്പോൾ സിമ്പിൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മെറ്റഫേഴ്സ്, അല്യൂഷൻസ്, ഇമേജറി, അതിലൂടെയൊക്കെയാണ് അവർ പലപ്പോഴും അവർ പറയാനുള്ള ആശയങ്ങൾ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല ഈ ആർട്ട് ഈ ഒരു ആർട്ട് അവർ യൂസ് ചെയ്യുന്നത് വായനക്കാരിലോ അല്ലെങ്കിൽ കാഴ്ചക്കാരിലോ ഇമോഷൻസും അതുപോലെ തന്നെ ഫീലിങ്സും ഒക്കെ ഉണ്ടാക്കണം. അത് മാത്രമല്ല ഈ ഭൗതിക ലോകത്തിന് അപ്പുറത്തുള്ളൊരു ലോകം സൃഷ്ടിക്കണമെന്ന് അവർ കൂടുതലായിട്ടും അവരുടെ കവിതയിലൂടെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് മിക്കപ്പോഴും അവരുടെ കവിതയിലൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ വിശ്വാസത്തിൽ ദേ ബിലീവ്ഡ് ആർട്ട് ഷുഡ് ബി സജസ്റ്റ് നോട്ട് ഡിഫൈൻ. അതായത് ആർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യരുത്, നിർവചിക്കാനുള്ളതല്ല, പകരം അത് സൂചിപ്പിക്കാനുള്ളതാണ് എന്നതായിരുന്നു ഇവരുടെ പ്രധാന നയം. അതുപോലെ ചാൾസ് ബോഡ്ലെയർ, സ്റ്റീഫൻ മെല്ലാം പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള മറ്റുള്ള റൈറ്റേഴ്സിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർ എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുന്നത് ഇമ്പാക്റ്റ് ആൻഡ് ലെഗസി. ദ സിംബോളിസ്റ്റ് മൂവ്മെൻറ്റ് ഹാഡ് എ ഹ്യൂജ് ഇൻഫ്ലുവൻസ് ഓൺ ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഇൻ ദ ലേറ്റ് 19th ആൻഡ് ഏർലി 20th സെഞ്ച്വറീസ്. അതായത് ഈ സിംബോളിസ്റ്റ് കവികൾക്ക് കവിത എന്ന് പറയുന്നത് ഒരു സംഗീതം പോലെയാണ്. അതിനകത്ത് ഈണമുണ്ട്, താളമുണ്ട്, അതുപോലെ തന്നെ അർത്ഥം പോലെ തന്നെ വളരെയധികം പ്രാധാന്യം ഇതിനുണ്ടായിരുന്നു. അതായത് കവിതയുടെ മീനിങ്ങിന് മാത്രമല്ല പ്രാധാന്യം, കവിതയിലുള്ള ആശയത്തിനല്ല പ്രാധാന്യം, അതേ പ്രാധാന്യം തന്നെ ആ ഒരു കവിതയിലെ ഈണത്തിനും താളത്തിനുമൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് symbolists rejected traditional realism and logical structure. This opened the way for more experimental movements. അതായത് ഈ 19th സെഞ്ച്വറിയിലെ സാഹിത്യത്തിനും കലക്കും അതുപോലെ സിംബോളിസ്റ്റ് ഒരുപാട് പ്രാധാന്യം അല്ലെങ്കിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അതിനകത്ത് ആദ്യം പറയുന്നത് റിയലിസത്തിനും അതുപോലെ യുക്തിപരമായ ഘടന അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടും അവർ തള്ളിക്കളഞ്ഞിട്ട് കൂടുതലായിട്ടും ഒരു എക്സ്പെരിമെൻ്റൽ മൂവ്മെൻറ്റ്സ് എന്ന രീതിയിലേക്കാണ് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൗണ്ടേഷൻ ഫോർ ലേറ്റർ മൂവ്മെൻറ്റ്. മാത്രമല്ല ഈ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് പിന്നീട് വന്നിട്ടുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾക്ക് അടിത്തറ പാകിയിട്ടുള്ളതാണ്. ഇറ്റ് ലേ ദ ഗ്രൗണ്ട് വർക്ക് ഫോർ സെറിയലിസം ആൻഡ് എക്സ്പ്രഷനിസം വിച്ച് ഓൾസോ എക്സ്പ്ലോർഡ് ദ അൺകോൺഷ്യസ്, ഡ്രീംസ് ആൻഡ് ദ ഇറാഷണൽ.
പിന്നീട് വന്നിട്ടുള്ള സറിയലിസം, അതുപോലെ എക്സ്പ്രഷനിസം പോലുള്ള മൂമെൻറ്റ്സിനെല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഒരു സിംബോളിസ്റ്റ് മൂമെൻ്റാണ്. Major literary figures influenced by symbolism include ആർതർ റിംബൗഡ്, പോൾ വെർലൈൻ, റെയ്നർ മരിയ റിൽക്കെ. പിന്നെ വിഷ്വൽ ആർട്ട് പെയിൻറ്റേഴ്സിൽ അങ്ങനെ ഗസ്റ്റേവ് കിൽമെറ്റ് എന്ന് പറയുന്ന അങ്ങനെ കുറച്ച് ആളുകൾ കൂടി ഈ ഒരു സിംബോളിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആളുകളാണ്. ദ പവർ ഓഫ് ദ സിംബോളിസ്റ്റ് മൂവ്മെൻറ്റ് ലൈസ് ഇൻ ഇറ്റ്സ് യൂസ് ഓഫ് സജഷൻ ഓവർ സെൻറ്റിമെൻറ്റ്. അപ്പോൾ ഇവർ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ എന്നതിന് ആ ഒരു പരിധിയിൽ നിന്ന് മറികടന്ന് കൂടുതൽ സമ്പന്നവും ആഴവും കലയ്ക്ക് ഉണ്ട് എന്നുള്ളത് സിംബോളിസ്റ്റുകൾ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതായത് കല എന്നിപ്പോൾ ജസ്റ്റ് നമ്മൾ വെറുതെ പ്ലെയിനായിട്ട് മനസ്സിലാക്കുന്നതല്ല, അതിന് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് ഇവരുടെ കവിതയിലൂടെ ഇവരുടെ ആശയങ്ങളിലൂടെ കൊണ്ടുവരാനാണ് സിംബോളിസ്റ്റുകൾ ശ്രമിക്കുന്നത്. Their work continues to inspire because it exposes the depth, mystery and complexity of human experience. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ആ പരിധികൾക്കപ്പുറം കലയ്ക്ക് അതിൻ്റേതായ ആഴമുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രതീകാത്മകമായ വരികളിലൂടെയുമെല്ലാം ഈ ലോകത്തിൻ്റെയും അതുപോലെ മനുഷ്യാനുഭവത്തിൻ്റെ നിഗൂഢതകളും സങ്കീർണതകളെയും എല്ലാം അവരുടെ കവിതകളിലൂടെ ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ അവർ അവരുടെ ആശയങ്ങൾ കൊണ്ടെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്.